ഡൽഹി കേശവ്പുരത്ത് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അപകടത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെയോടെയാണ് സംഭവം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ജാർഖണ്ഡിലെ ഗിരിധരിയിലെ വസ്ത്രശാലയിൽ തീപിടുത്തത്തിൽ ഒരു സ്ത്രീ മരിച്ചതായി റിപ്പോർട്ട്. 4 പേരെ രക്ഷപ്പെടുത്തിയതായി മന്ത്രി സുദിവ്യ കുമാർ അറിയിച്ചു. ഗിരിധിയിലെ പച്ചമ്പ പ്രദേശത്തെ മാർവാരി മൊഹല്ലയിലാണ് ഇന്ന് രാവിലെയോടെ തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. മധ്യപ്രദേശിലെ ഖണ്ഡോയിൽ തെരുവുനായ ആക്രമണത്തിൽ 14 പേർക്ക് പരിക്ക്. 13 കുട്ടികൾക്കും ഒരു വയോധികയ്ക്കുമാണ് പരിക്കേറ്റത്. ഖാൻവാലിഷ പ്രദേശത്തുള്ളവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ നവി മുംബൈ സ്വദേശിയായ 22-കാരൻ പിടിയിൽ. 2.43 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ഇന്ന് രാവിലെയോടെയാണ് ഹൈദരാബാദ് പോലീസിന്റെ സൈബർ ക്രൈം യൂണിറ്റ് പിടികൂടിയത്. ഓൺലൈൻ ആപ്പിൽ പണം നിക്ഷേപിച്ച് സമ്പാദ്യം ഇരട്ടിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനങ്ങൾ വൈകിയത് മൂലം വലഞ്ഞത് ആയിരക്കണക്കിന് യാത്രക്കാർ. വിമാനത്താവള അധികൃതർ നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഷെഡ്യൂളുകൾ ക്രമീകരിക്കുന്നതിൽ കമ്പനികൾ വരുത്തിയ വീഴ്ചയാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ട്. വിമാനത്താവളത്തിലെ റൺവേകളിലൊന്ന് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുമെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വിമാന കമ്പനികളെ അറിയിച്ചുവെന്നാണ് ഡൽഹി എയർപോർട്ട് അധികൃതർ നൽകുന്ന വിശദീകരണം.